പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ ഈശോയെ, പ്രഭാതത്തിൽ നിനതിന് മുമ്പിലായിരിക്കുവാനായിട്ട് അനുവദിച്ചതിന് നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, നിന്റെ സ്നേഹനീയിൽ ജ്വലിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ചെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ശിരസിൽ മുൾമുടി അണിഞ്ഞതിനെ ഓർത്ത് ഞങ്ങൾ അനുസ്തപിക്കുന്നു. നിന്റെ ശരീരത്തിലെ ഏറ്റപീടകളും നിന്റെ തിരുവിലാവിലെ മുറിവുകളും എല്ലാം ഞങ്ങളെ രക്ഷയ്ക്കു വേണ്ടി, ഞങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി നിന്റെ സ്നേഹനിയാൽ പൊതിഞ്ഞു പിടിച്ചതിൻ്റെ ദിവ്യ അടയാളങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഓ പരമകാരുണ്യവാനായ ഈശോയെ, അപ്പത്തിൻ്റെ രൂപത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ സന്നിധിയിൽ നീ എഴുന്നള്ളിയിരിക്കുമ്പോഴും അതും നിൻ്റെ പരമസ്നേഹത്തിൻ്റെ വലിയ ആഴത്തിൽ നിന്നാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. 1 യോഹന്നാൻ 4:8 കാണുന്നത് പോലെ, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല, കാരണം ദൈവം സ്നേഹമാണ്. സൃഷ്ടി മുതൽ കുരിശു വരെ ദൈവം ചെയ്തിട്ടുള്ളതെല്ലാം അവൻ്റെ സ്നേഹത്തിൽ നിന്നാണ് വരുന്നത്. വെറുതെ തോന്നുന്നൊരു കാര്യമല്ല, ഒരു താൽക്കാലികമായ സ്നേഹമല്ലത്, വ്യവസ്ഥാപിതമായൊരു സ്നേഹമല്ലത്. ശാശ്വതവും മാറ്റമില്ലാത്തതും നാം അർഹിക്കുന്നില്ലെങ്കിൽ പോലും നിരന്തരമായി നമ്മെ പിന്തുടരുന്ന സ്നേഹമാണിത്. അതാണ് ദൈവസ്നേഹത്തിൻ്റെ വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ആ സ്നേഹാഗ്നി എന്ന് തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തെ വിളിക്കുന്നത്. ജ്വലിക്കുന്ന സ്നേഹമാണ്. അത് ശാശ്വതമാണ്, മാറ്റമില്ലാത്തതാണ്. നമ്മൾ അർഹിക്കുന്നില്ലെങ്കിൽ പോലും അത് നിരന്തരമായി നമ്മെ പിന്തുടരുകയാണ്. എപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പം നമ്മെ സംരക്ഷിക്കാൻ വേണ്ടി, പൊതിഞ്ഞ് സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഒപ്പം കൂടിയിരിക്കുന്ന, നമ്മൾ അർഹിക്കുന്നില്ലെങ്കിൽ പോലും. അതാണോ കാൽവരിയിൽ കാണുന്നത്? ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയം മുതൽ തമ്പുരാൻ്റെ ഈ സ്നേഹം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. സത്യത്തിൽ ദൈവത്തിന് മനുഷ്യന് ആവശ്യമില്ല എങ്കിൽ പോലും അവൻ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും അവൻ നമ്മെ സൃഷ്ടിക്കുകയാണ്. അവിടെ നമ്മളതുപോലെ ആഗ്രഹിച്ചാണ് അവൻ നമ്മെ സൃഷ്ടിക്കുക. അവൻ്റെ സ്നേഹത്തിൻ്റെ വലിയൊരു കവിഞ്ഞൊഴുകളിൽ നിന്നാണ് അവൻ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. തൻ്റെ സൃഷ്ടിയുടെ മകുടമായി തൻ്റെ തന്നെ സ്വരൂപത്തിൽ, തൻ്റെ തന്നെ ഛായയിൽ, സാദൃശ്യത്തിൽ അവൻ മനുഷ്യകുലത്തെ സൃഷ്ടിച്ചു. അത് ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഒരു അടയാളമല്ലേ? അതുകൊണ്ടാണ് ജെറമ്യാ പുസ്തകം 31:3 കാണുന്നത്, ശാശ്വതമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു, വറ്റാത്ത ദയയോടെ ഞാൻ നിന്നെ ആകർഷിച്ചു എന്ന് പറയുന്നത്. സ്നേഹിക്കുക മാത്രമല്ല, ആ സ്നേഹാഗ്നിയിലേക്ക് അവിടുന്ന് ആകർഷിച്ചു നിർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. വെറുതെ സൃഷ്ടിക്കുക മാത്രമല്ല, അവൻ ആദത്തിൻ്റെ ഹവ്വായുടെയും കൂടെ തോട്ടത്തിൽ സഹവാസത്തിലൂടെ നടന്നു എന്നുള്ളതാണ്. എപ്പോഴും അവൻ നടന്നാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ പാപം ചെയ്തു എന്ന് മനസ്സിലായിട്ടും, ആദവും ഹവ്വായും പാപം ചെയ്തു എന്ന് മനസ്സിലായിട്ടും ദൈവത്തിൻ്റെ സ്നേഹം അവരെ കൈവിടാതെ അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ഒരു രക്ഷകൻ്റെ ഭാവത്തോടു കൂടി അവൻ അവരെ വസ്ത്രം ധരിപ്പിച്ചു. എന്നിട്ട് ഒരു വലിയ രക്ഷകനെ വാഗ്ദാനം ചെയ്തു. നിങ്ങളുടെ വീണ്ടെടുപ്പിനുള്ളൊരു രക്ഷകനെ അവിടുന്ന് വാഗ്ദാനം ചെയ്തു. നമ്മളെടുത്ത ആദ്യശ്വാസം മുതൽ നമ്മൾ സ്നേഹത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. സ്നേഹത്തിനു വേണ്ടി, സ്നേഹമെന്ന് പറഞ്ഞ് ഈശോയ്ക്ക് വേണം, ആ രക്ഷകനായ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് വീണ്ടും വീണ്ടും നമ്മൾ മനസ്സിലാക്കണം. കാരണം രക്ഷകനെ നമുക്ക് വാഗ്ദാനം ചെയ്തു, ആ രക്ഷകനെ ദൈവം തമ്പുരാൻ നമുക്ക് നൽകി. ആ രക്ഷകനാണ് ഇന്ന് ദിവ്യ സക്രാരിയിൽ നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തിട്ടും അവർക്ക് രക്ഷപ്പെടുവാനുള്ളൊരു മാർഗം അവിടെ വെച്ചു. അതാണ് സ്നേഹത്തിൻ്റെ ഭാവമെന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ മക്കളെയും നമ്മളെ സുഹൃത്തുക്കളെയും ഒക്കെ വഴക്ക് പറയുമെങ്കിലും
അവരെ നമ്മൾ തിരുത്തുമെങ്കിലും, അവരോട് നമ്മൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുമെങ്കിലും അവർക്ക് തിരിച്ചു വരുവാനുള്ള ഒരു വഴി എപ്പോഴും നമ്മളവിടെ കാത്തു സൂക്ഷിച്ചിരിക്കും. എന്തുകൊണ്ടാണ്? സ്നേഹമുള്ളത് കൊണ്ടാണ്. ഒരു സംരക്ഷിക്കുന്ന സ്നേഹം, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അപ്പൻ്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം അതാണ്. അപ്പൻ്റെ സ്നേഹം പ്രത്യേകിച്ച് സംരക്ഷിക്കുന്ന സ്നേഹമാണ്. അമ്മയുടെ സ്നേഹം പലപ്പോഴും കരുതലിൻ്റെ സ്നേഹമാണ്. യേശുക്രിസ്തുവിൽ അതിൻ്റെ പരിപൂർണമായൊരു പ്രകടനം നമ്മൾ കാണുന്നുണ്ട്. കാൽവരിയിൽ കുരിശ് വെറും ഒരു ത്യാഗത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ കാണരുത്. ലോകത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും മഹത്തായ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയായിട്ട് കുരിശിനെ നമ്മൾ കാണണം. പരമകാരുണ്യനാഥനായ ഈശോയെ കുരിശു വേരും ഒരു ത്യാഗത്തിൻ്റെ പ്രതീകമായിട്ടല്ല ഞാൻ കാണുന്നത്, രക്ഷയുടെ അടയാളമായി ഞാൻ കാണുന്നു. അതോടൊപ്പം തന്നെ ലോകത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ സ്നേഹത്തിൻ്റെ പ്രവൃത്തി അരങ്ങേറിയ തിരുബലിപീഠമാണ് കുരിശ്. പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. ദൈവം തൻ്റെ സ്നേഹം, നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കിയത് തൻ്റെ കുരിശിലാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നാം പാപികളായിരിക്കെ നമുക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു. നമ്മുടെ തകർച്ചയിലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് നമ്മെ കാണുന്നുണ്ട്. ആദിമാതാപിതാക്കൾക്ക് തകർച്ചയുണ്ടായപ്പോൾ അവരുടെ രക്ഷയ്ക്കു വേണ്ടി പുത്രൻ രക്ഷകനെ വാഗ്ദാനം ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവ് നമുക്കുണ്ടാകുമ്പോൾ നമുക്കായി ഒരു രക്ഷകനെ അവിടുന്ന് കൈവച്ചിട്ടുണ്ട്, കണ്ടുവച്ചിട്ടുണ്ട്. നാം പിതാവുമായി അനുരഞ്ജനത്തിലാകാൻ ഈശോ എന്ന് പറയുന്ന ആ രക്ഷകനെ തമ്പുരാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇത് വെറും കാരുണ്യമല്ല, ഇത് വെറും ഒരു കൃപയല്ല, ഇത് നിരുപാധികമായ കാരുണ്യമാണ്. വെറും കാരുണ്യമെന്ന് പറയാൻ പറ്റില്ല. ഇത് നിരുപാധികമായ ഒരു ഉപാധികളുമില്ലാത്ത കാരുണ്യമാണ്. കാരുണ്യം എന്ന് പറയുന്നത് തന്നെ അതിനൊരു ഉപാധിയുമില്ല. പക്ഷെ അത് വെറും കാരുണ്യമല്ല, ഒരു ഉപാധിയും വെക്കാത്ത കാരുണ്യം എന്ന് വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ടി വരും. ഇത് വെറും കൃപയുമല്ല, ഒരു ഉപാധിയുമില്ലാതെ തരുന്ന കൃപയാണ്. അതാണ് നിരുപാധികമായ സ്നേഹം, തികഞ്ഞ സ്നേഹമെന്ന് പറയുന്നത്, വ്യവസ്ഥകളില്ലാത്ത സ്നേഹമെന്ന് പറയുന്നത്. ഈ സ്നേഹം നമ്മെ പൂർണ്ണരാക്കാൻ കാത്തിരിക്കാറില്ല. അത് മനുഷ്യൻ്റെ സ്നേഹമാണ്. എന്നെ നല്ലതുപോലെ സ്നേഹിച്ചാൽ ഞാൻ തിരിച്ച് സ്നേഹിക്കും. അതൊരു പൂർണ്ണത നോക്കിയിരിക്കുകയാണ്. എൻ്റെ മനസ്സിന് സന്തോഷം തരുന്നവരെ ഞാൻ സ്നേഹിക്കും. അതൊരു പൂർണ്ണത ഉണ്ടാകുമ്പോഴാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത് പൂർണ്ണതയുണ്ടോ എന്ന് നോക്കുന്നില്ല. നമ്മുടെ പ്രകടനങ്ങളെ അടിസ്ഥാനമാക്കിയല്ല, അത് മാർത്തുമില്ല. ഞാൻ കുറേ ഭക്ത കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പേരിൽ തമ്പുരാൻ്റെ സ്നേഹം കൂടത്തുമില്ല, കുറയത്തുമില്ല. കാരണം അവിടുത്തെ സ്നേഹം ഇന്നും ഇന്നലെയും നാളെയും എല്ലാം ഒരുപോലെ. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കേണ്ടെന്നുള്ളതല്ല, പ്രകടനത്തെക്കാൾ ഒരു ഹൃദയം നീ തമ്പുരാന് കൊടുക്കാൻ സാധിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഇരുണ്ട സ്ഥലങ്ങളിലേക്ക്, ഇരുണ്ട മേഖലകളിലേക്ക് നീ കടന്നു ചെല്ലണം. തമ്പുരാൻ അങ്ങോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. തമ്പുരാൻ എപ്പോഴും പറയുന്നുണ്ട്, നീ എൻ്റേതാണ്, നിൻ്റെ ഹൃദയത്തിൻ്റെ സകല കോണുകളും എൻ്റേതാണ്, നീ ഇപ്പോഴും എൻ്റേതാണ്, നിന്നെ ഇപ്പോഴും ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി തമ്പുരാൻ കാത്തിരിക്കാറില്ല. നമ്മളുടെ പൂർണ്ണതയാകാൻ നമ്മൾക്ക് സാധിക്കത്തുമില്ല. പക്ഷേ ഹൃദയത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും തമ്പുരാൻ്റെ വഴി വെട്ടിവിടുവാൻ, ഈ വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തിൻ്റെ വഴി നീർച്ചാലുകൾ വെട്ടിവിടുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നിലനിൽക്കുന്ന ഒരു പ്രണയമെന്നാണ് ആത്മീയ പിതാക്കന്മാർ പറയുന്നത്. ഒറ്റത്തവണയുള്ളൊരു സ്നേഹവും സംഭവവും നല്ലത്, ഇന്ന് വന്ന് നാളെ പോകുന്നതല്ല. ഇത് ജീവിതത്തിലെ നിരന്തരമായ സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. ഇഷ്ടമുള്ളപ്പം കൂട്ടുകൂടാൻ, ഇഷ്ടമില്ലാത്തപ്പോഴത്തേക്ക് ഇട്ടേച്ച് പോകാൻ പറ്റുന്ന ഒരു സ്നേഹമല്ല ഇത് പറയുന്നത്. നിരന്തരം കൂടെ നിൽക്കുന്ന സജീവമായ സാന്നിധ്യമാണ്. അതുകൊണ്ട് അതിന് സ്നേഹാഗ്നി എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. നിങ്ങൾ തനിച്ചാണെന്ന് ചിന്തിക്കുമ്പോൾ, ഞാൻ തനിച്ചാണെന്ന് ചിന്തിക്കുമ്പോൾ
കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ചുറ്റുപറ്റുമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട്, കർത്താവെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ, നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ്റെ സ്നേഹമായിരിക്കണമേ, നീ എൻ്റെ സ്നേഹമായിരിക്കണമേ, നീ എൻ്റെ സ്നേഹമായിരിക്കണമേ എന്ന് പറഞ്ഞു നോക്കിക്കേ. അവിടെ നമ്മുടെ സ്നേഹാഗ്നിയാൽ പൊതിഞ്ഞങ്ങ് പിടിക്കും. നിങ്ങൾ വീഴുമ്പോൾ അവൻ്റെ സ്നേഹം നിങ്ങളെ താങ്ങി നിർത്തും. വീഴില്ല, വീഴാതെ അവിടെ താങ്ങി. സംശയമുണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്ന് അവൻ്റെ സ്നേഹം കൊണ്ട് അവൻ നമ്മെ ഓർപ്പിക്കും. നീ എൻ്റെ മകനാണ്, മകളാണ് എന്ന്. നീ പിടിവിട്ട് ഓടുമ്പോൾ, കുതറിച്ചോടുമ്പോൾ, തമ്പുരാൻ്റെ സവിധത്തിൽ നിന്നും കുതറിച്ചോടുമ്പോൾ അവൻ്റെ സ്നേഹം നിങ്ങളുടെ തിരിച്ചു വരവിനായി ക്ഷമയോടെ കാത്തിരിക്കും. ധൂർത്തപുത്രനെ കാത്തിരുന്നത് പോലെ അവൻ നമ്മുടെ പുറകെ പിന്നാലെ ഓടി വരുമോ എന്ന് പറയാനായിട്ട് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ തിരിച്ചു വരവിന് വേണ്ടി അവൻ ക്ഷമയോടെ കാത്തിരിക്കും. വഴിതെറ്റിപ്പോയ ഒന്നിനെ തമ്പുരാൻ തേടിപ്പോകും, പക്ഷെ കുതറി ഓടിയതിനെ തേടിപ്പോരുമോ എന്ന് എനിക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് അങ്ങനെയാണല്ലോ. വഴിതെറ്റിപ്പോയ ഒരു കുഞ്ഞാടിനെ, നഷ്ടപ്പെട്ടു പോയൊരു കുഞ്ഞാടിനെ അവൻ തേടി കണ്ടുപിടിക്കാൻ വരും. പക്ഷേ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നത് അങ്ങനെയാണല്ലോ. അവൻ തമ്പുരാൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്നും കുതറി ഓടുകയാണ്. എനിക്കുള്ളതെല്ലാം തന്നേക്കുന്നവൻ പോവുകയാണ് ചെയ്യുന്നത്. ആ കുതറിപ്പോയതിനെ തമ്പുരാൻ തേടിപ്പോകുന്നുണ്ടോ വെച്ചാൽ തേടിപ്പോകുന്നില്ല. പക്ഷേ അവൻ മനസ്തപിച്ച് തിരിച്ചു വന്നപ്പോൾ അവന് ലഭിക്കാവുന്നതെല്ലാം വെച്ച് ഏറ്റവും വലിയ സ്വീകരണം കൊടുത്തു. അതായത് നമ്മുടെ തിരിച്ചു വരവിനായി തമ്പുരാൻ ക്ഷമയോടെ കാത്തിരിക്കും. ഉള്ളിൽ സ്നേഹം നിറച്ചുകൊണ്ട് നമുക്കുള്ള പുറംകുപ്പായം തയ്പ്പിച്ച് അധികാരത്തിൻ്റെ മുദ്രമോതിരം പണിയിപ്പിച്ച് വെച്ച് നമ്മുടെ കാലിൽ ധരിപ്പിക്കുവാനുള്ള ചെരുപ്പൊക്കെ റെഡിയാക്കി, സംരക്ഷണ കവചമൊക്കെ റെഡിയാക്കി തമ്പുരാൻ നമ്മുടെ തിരിച്ചു വരവനായി ക്ഷമയോടെ കാത്തിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ കുതറി ഓടിപ്പോയത് കൊണ്ടാണ്. അവകാശം മേടിച്ചിറങ്ങിപ്പോയത് കൊണ്ടാണ്. നഷ്ടപ്പെട്ടു പോയതായിരുന്നെങ്കിൽ തമ്പുരാൻ തേടി വന്നേനെ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തോട് നമുക്ക് ചോദിക്കുക, ഞാൻ തമ്പുരാനിൽ നിന്നും കുതറിപ്പോയതാണെങ്കിൽ ഞാൻ തന്നെ തമ്പുരാനിലേക്ക് തിരിച്ചു വരണം. ഒന്ന് എത്തിയാൽ മതി. ആ ധൂർത്തപുത്രൻ മനസ്സിൽ ഒത്തിരി കാര്യം ആലോചിച്ചുകൊണ്ടാണല്ലോ വരുന്നത്. പിതാവെ, അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ എന്നൊക്കെ പറയണമെന്നൊക്കെ ആഗ്രഹിച്ചാണ് വരുന്നത്. പക്ഷെ അവിടെ വന്നിട്ട് ഒന്നും പറയാൻ പിതാവ് സമ്മതിക്കുന്നില്ല. അവനെ കണ്ടപ്പോൾ തൊട്ടേ തൻ്റെ സേവകരോട് പറയുകയാണ്, അവനെ നല്ല വസ്ത്രം ധരിപ്പിക്കുക, കാളക്കുട്ടിയെ കൊല്ല്, മോതിരമണിയിക്കുക, ചെരുപ്പ് ധരിപ്പിക്കുക, ഇങ്ങനെ കമാൻഡിങ് കൊടുക്കുകയാണ്. അനുഗ്രഹങ്ങൾ കൊടുക്കാനും പറയുകയാണ്. അനുഗ്രഹങ്ങൾ കൊടുക്കാൻ പറയാൻ അവൻ തിരിച്ചു വന്നതിൻ്റെ ഒരു വേദനയും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അനുഗ്രഹം കൊടുത്തുകൊണ്ടേയിരിക്കണം. അതാണ് തമ്പുരാൻ്റെ വലിയൊരു കൃപ. അതാണ് പിതാവാദൈവം പറയുന്നത്. റോമ 8:38-39. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. റോമ 8:38-39. ഇതെനിക്ക് പറയാൻ സാധിക്കണം. കാരണം എന്താ? അതുപോലെ ക്ഷമയോടെ കാത്തിരുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഇന്നായിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും വേർപെടുത്താൻ യാതൊന്നിനും കഴിയില്ല. പാപമല്ല, പരാജയമല്ല, നിങ്ങളുടെ ഭൂതകാലമല്ല, നിങ്ങളുടെ വേദനയുമല്ല. കൊടുങ്കാറ്റ് വരുമ്പോൾ നങ്കൂരവും ഇരുട്ട് വരുമ്പോൾ വെളിച്ചവുമാണ് അവൻ്റെ സ്നേഹം. എത്ര വലിയ കൊടുങ്കാറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചോളട്ടെ, അവൻ കടലിൽ നങ്കൂരമിട്ട് ആ കപ്പലിനെ സംരക്ഷിക്കുന്ന പോലെ നിൻ്റെ ജീവിതത്തെ സംരക്ഷിക്കും. ആടി ഉലയാൻ സമ്മതിക്കില്ല. ഇരുട്ടിൽ വെളിച്ചമായവനുണ്ടാവും. എത്ര വലിയ കൂരിരുട്ടും നിൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുമുണ്ടായിക്കൊള്ളട്ടെ, പക്ഷേ നിൻ്റെ ജീവിതത്തിൽ അവൻ വെളിച്ചമായിട്ടുണ്ട്. ആ രണ്ട് കാര്യമാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. ഈ വലിയ സ്നേഹത്തെ ഇട്ടേച്ചു പോകാൻ നിനക്ക് സാധിക്കുമോ? പരമകാരുണ്യവാനായ ഈശോയെ, നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കാതെ പോയി. എത്രയോ വചനങ്ങളാണ് സുവിശേഷത്തിൽ മുഴുവൻ എടുത്തു നോക്കിയ. നിൻ്റെ കൽപ്പന തന്നെ അതാണല്ലോ, ഒരേ ഒരു കൽപ്പന ഇതാണല്ലോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കണമെന്ന്. തമ്പുരാനെ, നല്ല തമ്പുരാനെ പരസ്പരം സ്നേഹിക്കുന്നതിന് പകരം എപ്പോഴും കലഹിച്ചിട്ടേ ഉള്ളൂ, പരാതി പറഞ്ഞിട്ടേ ഉള്ളൂ,
വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. പരമകാരുണ്യവാനായ ഈശോയെ, നിൻ്റെ വലിയ സ്നേഹം തിരിച്ചറിയാൻ സാധിക്കാതെ പോയതിലും നിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ആ അഗ്നിയുടെ സംരക്ഷണം യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ സാധിക്കാതെ പോയതിനും ഖേദിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, നിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയാൽ എന്നെ സംരക്ഷിച്ച് സംരക്ഷണ കോട്ട കെട്ടി നിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയാൽ എന്നെ ജ്വലിപ്പിച്ച് എന്നിലുള്ള ഭയവും വേദനകളും സങ്കടങ്ങളും എല്ലാം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ എല്ലാ നിയോഗങ്ങളും, ധാരാളം നിയോഗങ്ങളെയൊക്കെ സമർപ്പിക്കാനായിട്ടുണ്ട്. വ്യക്തിപരമായ നിയോഗങ്ങളുണ്ട്, മറ്റു നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ധാരാളം നിയോഗങ്ങളുണ്ട്. കർത്താവേ, ആ നിയോഗമെല്ലാം നിൻ്റെ ആ സ്നേഹത്തിൻ്റെ അഗ്നിയിലേക്ക് സമർപ്പിക്കുക. നീ ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഒന്ന് അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുക്കുക. ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിനക്കറിയാമല്ലോ. ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം എന്താ വേണ്ടതെന്ന് കർത്താവേ നിനക്കറിയാമല്ലോ. കൊടുക്കണവർക്ക് സമൃദ്ധമായിട്ട് എന്തൊക്കെയാണോ ചോദിക്കുന്നത് അതൊക്കെ സമൃദ്ധമായി നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ.